മലപ്പുറം എടവണ്ണപ്പാറയിലെ വിദ്യാർത്ഥിയുടെ മരണം, കരാട്ടെ അധ്യാപകനെ അറസ്റ്റ് ചെയ്തത്. ഞാൻ അന്ന് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഒരുപാട് പേര് ഒരുപാട് തുറന്ന് പറച്ചിലുകളുമായിട്ട് വരുന്നുള്ളത്. ഇയാളുടെ പ്രീവിയസ് സ്റ്റുഡൻസ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടിയ കുറച്ച് ഓഡിയോകളുണ്ട്, ഞാനത് നാളെ എന്താണെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്യാം. പ്രീവിയസ് സ്റ്റുഡൻസ് കുറച്ച് പേര് പറഞ്ഞതാണ്. അതല്ലാതെ ഇപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഈ കുട്ടി, ഓക്കെ, ഈ മരിച്ച കുട്ടി, ഈ കുട്ടിയുടെ ഒരു വോയിസ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ വോയിസ് നിങ്ങൾ കേട്ടിട്ട് പറ. ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടി സ്വയം ജീവൻ കൊടുക്കും. നിങ്ങൾ തന്നെ ഒന്ന് കേൾക്ക്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ആ വ്യക്തി വീണ്ടും കാണുക എന്നുള്ളത് പോലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ ലീഗലി കേസ് കൊടുക്കണോ വേണ്ടോ എന്നത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് ഡോട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ സാറോട് ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ സാറിന് റിലീജിയസ് സൈഡും കൂടെ സംസാരിച്ചല്ലോ. കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് 3 മക്കളാണ്. അപ്പം രണ്ടാമത്തെ മോളും ഞാനും സെയിം ഏജാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കരാത്തെ ബ്ലാക്ക് ബെൽറ്റൊക്കെ എടുത്തതൊക്കെ. അപ്പം അവർക്ക് പിന്നീട് അതൊരു പോസ്കോ കേസിൽ അവർക്കായ ഒരു ഫാദറിൻ്റെ ഡോട്ടർ എന്നുള്ള പേരിൽ അവർക്ക് പിന്നീട് അതൊരു ഡ്രമാറ്റിക് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ അവർക്കത് പിന്നെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടാവുക എന്നുള്ളത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അവസാനം എടുത്തു എന്നോടൊരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തിരിച്ച് എന്നെ ഉപദ്രവിക്കാത്തവർക്ക് അതൊരു ഉപദ്രവമായിട്ട് ഞാൻ ഈ കേസ് കൊടുക്കുന്നത് മാറുമോ എന്നുള്ളത് ഒരു കൺസേൺ ആണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ആ കുട്ടിയുടെ ലെവൽ ഓഫ് തോട്ട് എത്രയാണെന്നുള്ളത്. എന്നെ ഉപദ്രവിച്ച വ്യക്തിക്കെതിരെ ഞാനൊരു കേസ് കൊടുക്കുമ്പോൾ അതിലെ ലീഗൽ സൈഡുകൾ എനിക്കറിയണം. പ്ലസ് എന്നെ ഉപദ്രവിച്ച വ്യക്തിക്ക് എൻ്റെ പ്രായത്തിലൊരു മകളുണ്ട്. നാളെ ഉപ്പ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളാന്ന് പുറം ലോകത്ത് അറിയുമ്പോൾ ആ മകളെ എത്ര അത് ട്രോമറ്റൈസ് ചെയ്യും എന്നുള്ളതാണ് ആ കുട്ടി ചോദിക്കുന്നത്. ഇത്രയും തിങ്ക് ചെയ്യുന്നൊരു കുട്ടി സ്വയം ജീവൻ ഒടുക്കുമോ എന്നുള്ള ചോദ്യമാണ്. ആൻഡ് ഇതൊരു ഭയങ്കര റയർ കേസായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. കാരണം ആ നാട്ടിലെ ലിറ്ററലി എല്ലാവർക്കും ഈ പറഞ്ഞ കരാട്ടെ മാസ്റ്ററുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയാം. ഈ കുട്ടി തന്നെ, ഈ കുട്ടിയുടെ പാരൻസ് തന്നെ, പഠിപ്പിച്ച സ്കൂളിലെ മാഷുമാർക്കടക്കം ഈ കേസ് അറിയാം. CWCയിൽ ഈ കേസ് വന്നു, പോലീസിൻ്റെ അടുത്ത് ഈ കേസ് എത്തി, ലാസ്റ്റ് ആ കുട്ടി മരിച്ചു. ഇപ്പോഴാണ് പലരും പുറത്തു വരുന്നത്. എടവണ്ണപ്പാറ സ്വദേശിയായ പെൺകുട്ടിയെ ചാലിയാറിന്റെ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി 6 ദിവസം പിന്നിടുമ്പോഴാണ് സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നത്. പെൺകുട്ടി +1 പഠിച്ചിരുന്ന കോഴിക്കോട്ടെ സ്വകാര്യ സ്കൂളിലെ അധ്യാപകരാണ് നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തിയിരുന്ന പെൺകുട്ടി ഏതാനും മാസങ്ങളായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയായിരുന്നു കടന്നുപോയത്. കാര്യം തിരക്കിയപ്പോഴാണ് കരാട്ടെ അധ്യാപകനായ സിദ്ദിഖ് അലിയിൽ നിന്നും പീഡനം നേരിടേണ്ടി വന്ന കാര്യം കുട്ടി തുറന്നു പറഞ്ഞതെന്ന് പെൺകുട്ടിയുടെ ക്ലാസ് അധ്യാപകൻ വെളിപ്പെടുത്തി. പോലീസിലെത്തി ഈ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പ്രയാസത്തിലേക്ക് പോവുകയാണ്, ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക്. ഡിസംബറിൽ അർദ്ധവാർഷിക പരീക്ഷ 2 പേപ്പറുകൾ എഴുതിയ പെൺകുട്ടി 3ാമത്തെ പരീക്ഷ പൂർത്തിയാക്കാതെ സ്കൂളിൽ നിന്ന് പോയതാണ്. പിന്നീട് വരാത്തതിനെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് പഠനം നിർത്തിയെന്നറിയിച്ച് സഹോദരി സ്കൂളിലെത്തി TC വാങ്ങിയത്. ഇക്കാര്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിച്ചിരുന്നു. കുട്ടി വളരെ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ TC ഒക്കെ കൊടുത്തത്. അത്രയും പിടിച്ചു നിർത്താൻ നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാത്ത കേസിൽ കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കുട്ടിക്ക് TCയും കാര്യമൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിനിടെ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വാഴക്കാട് ഇൻസ്പെക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടി. ഇനിയിപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്വയമേവ കേസെടുത്തിട്ട് എന്ത് കാര്യം? കുട്ടി പോയില്ലേ? ഇതിൽ മാഷ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ കുട്ടിയുടെ മാനസികമായിട്ട് കുട്ടി ഭയങ്കരമായിട്ട് പേടിക്കുന്നു. അതായത് പോലീസുകാർ കൃത്യമായി കുട്ടിയോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചു എന്നാണ് അതിനർത്ഥം. എന്ത് നാടടി! ഈ കുട്ടിയുടെ ചേച്ചി വന്നിട്ട് 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യം ഞാൻ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇവിടെ ഒരു നാട്ടിലെ എല്ലാവർക്കും ഈ കരാട്ടെ മാസ്റ്ററിൻ്റെ കയ്യിലിരിപ്പ് അറിയാം. ഈ കുട്ടി തന്നെ സ്കൂളിൽ പറയുന്നു. ഇനി കേട്ടോ, ഈ കുട്ടി പോകുന്ന സ്വകാര്യ ട്യൂഷൻ സെൻ്ററിലെ സാറ് പറയുന്നത് കേട്ടോ. ഈ കുട്ടി ഈ വർഷം മുതൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ എൻ്റെ വിദ്യാർത്ഥിയാണ്. വളരെ മിടുമിടുക്കിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി.
തുടക്കം മുതലേ കൂടുതലായിട്ട് നന്നായിട്ട് ആൻസർ പറയുകയും അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് മുന്നോട്ട് വരികയും വരുന്ന ഒരു കുട്ടി. ഒരു സെപ്റ്റംബർ പകുതിയോടുകൂടി കുട്ടിയിൽ ചില മാറ്റങ്ങൾ ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കാതെയാവുന്നു. കുട്ടി പെട്ടെന്ന് ക്ലാസ്സിൽ കെടുക്കുന്നു. അതേമാതിരി കുട്ടി കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു. കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പാനിക് അറ്റാക്ക് പോലെ വരുന്നു. അപ്പോൾ ഞാനത് സ്വാഭാവികമായിട്ട് നമ്മുടെ മെൻറ്ററിനെ അവിടെ ചോദിച്ചു, എന്ത് പറ്റിയ കുട്ടിക്ക്? ആ കുട്ടിക്ക് വയ്യ എന്ന് പറയുന്നു, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുട്ടിയുമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലാസ് കയറി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടിയിൽ ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ കാണുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞത്, സാറേ എനിക്ക് പാനിക് അറ്റാക്കാണ്, എനിക്ക് പെട്ടെന്നൊരു പാനിക് പോലെ വരികയാണെന്ന് പറഞ്ഞു എന്ന് എന്നോട് പറഞ്ഞ കാര്യം അതാണ്. അതിനുശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 6-ാം തീയതിയാണ് ഈ കുട്ടി എന്നോട് ആദ്യമായിട്ട് മുഴുവനായിട്ട് ഓപ്പൺ ആവുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പെൺകുട്ടി ഒരു അധ്യാപകനോട് ഇത് പറയണമെങ്കിൽ, അത് വളരെയധികം ഓപ്പണായിട്ട് പറയണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ആ ഒരു ടൈം ഡ്യൂറേഷന് നമുക്കൊരു എൻട്രൻസ് അധ്യാപകനോടാണ് പറഞ്ഞുള്ളത്, ഒരു സ്കൂൾ അധ്യാപകനോടല്ല പറഞ്ഞിട്ടുള്ളത്. അവിടെ വെറും ക്ലാസ് മാത്രം കൊടുക്കുന്ന ഒരു അധ്യാപകനോട് വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞത്, സാറേ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇയാളുമായി ഉണ്ടായി. അത് എന്ത് ബുദ്ധിമുട്ടാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഉദ്ദേശിച്ച രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്ന പോലെ ആ രീതിയിലാണ് ആദ്യം ചിന്തിച്ചത്. പക്ഷെ പിന്നീട് ഞാൻ ആ വീട്ടുകാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ കുട്ടിക്ക് ഇയാളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, സെക്ഷൽ അബ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. അത് കാരണമായിട്ടാണ് കുട്ടി പാനിക് അറ്റാക്ക് ആവുന്നതും ഇടയ്ക്കിടയ്ക്ക് ഒരു നെറ്റൽ പോലെയൊക്കെ കുട്ടിക്ക് വരുന്നതൊക്കെ മനസ്സിലായിട്ടുള്ളത്. നമ്മൾ പല കുട്ടികളെ കാണുന്നുണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ട് 2026 JEE എക്സാം വരികയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ടൈമിൽ തന്നെ IIT ക്രാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞൊരിക്കലും ഞാൻ ദൃഢമായിട്ട് മുന്നോട്ട് വരും എന്ന് നമ്മളോടൊക്കെ വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കുഞ്ഞ് ഒരു പൊട്ട നിമിഷത്തിൽ പോലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കില്ല എന്നും വളരെ സ്പിരിച്വലായിട്ട് വളരെ ദൈവവിശ്വാസമുള്ള ഒരു കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും പറയുന്നത് ഇതാണ്, അധ്യാപകരടക്കം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കുട്ടി, ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി, പവർഫുൾ ഇൻ ദ സെൻസ് മെൻ്റലി അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കുട്ടി, പഠിക്കാൻ അടിപൊളി, ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. അതാണ് ഞാൻ ഇത് വിളിച്ചു പറഞ്ഞാൽ ലോകത്തിനോട്, ഇവിടെ പോലീസും സിസ്റ്റവും ഒന്നും എൻ്റെ ഒപ്പം നിൽക്കില്ല. ഹോപ്പ്ലെസ്. എന്ത് നിയമം, എന്ത് കോടതി, എന്ത് പോലീസ്, എന്ത് CWC, ഹോപ്പില്ല. അതാണ് വിഷയം. എന്താണെങ്കിലും പോലീസ് അന്വേഷണം ഇനിയെങ്കിലും കൃത്യമായിട്ട് നടത്തുക, നാട്ടുകാരെല്ലാവരും ഒപ്പം നിൽക്കുക. ഇപ്പം ഈ വന്ന് പറയുന്നവരൊക്കെ ഇതേ സ്റ്റാൻഡിൽ നിന്ന് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പോലീസുകാർ കൃത്യമായി അന്വേഷിച്ചിട്ട് പുറം ലോകത്തിനെ അറിയിക്കുക.